ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഹാപ്പി ഓണം, ഓണാശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മലയാളി മങ്കയായിട്ടാണ് വന്നേക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ MBA പ്രിപ്പറേഷൻ ജേർണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. MBA പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സെൽഫായിട്ടാണ് പഠിച്ചത്, കോച്ചിങ് എടുത്തിട്ടല്ല പഠിച്ചത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെ റിസോഴ്സസാണ് യൂസ് ചെയ്തത്, ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, പിന്നെ അഡ്മിഷൻ്റെത്, എക്സാം എങ്ങനെയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ എന്തായാലും സെൽഫ് ലേൺ ചെയ്താൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആകെ 4 മാസം മാത്രമേ പഠിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓഗസ്റ്റ് 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലാണ് ക്യാറ്റ് എക്സാം വരുന്നത്. IIM-ലേക്ക് പോകാനുള്ള എക്സാമാണ് ഈ ക്യാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാറ്റ് എക്സാം നവംബറിലാണ് വരുന്നത്. പിന്നെ അതല്ല IIM കഴിഞ്ഞ് വേറെ കോളേജസൊക്കെ ഉണ്ട്. ഈ കോളേജസിലൊക്കെ വേറെ എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നീട് ഡിസംബർ, ജനുവരിയിലൊക്കെ ആയിട്ടാണ് എക്സാം വരുന്നത്. ഈ മിനിമം ടൈം എന്ന് പറയുന്നത് എനിക്ക് 4 months ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലി എല്ലാവരും 1 year ഒക്കെ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കോച്ചിങ്ങിന് പോയി അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ വെറും 4 months കൊണ്ട് മാത്രം ഞാൻ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊണ്ടുപോയി ഫീസായിട്ട് അടച്ചിട്ട് എനിക്കിനി കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്കിനി അത്ര പ്രോപ്പറായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, മാർക്ക് കുറയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റി ഫീൽ ആവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൈസ കൊടുത്ത് എന്തായാലും എനിക്ക് പഠിക്കേണ്ട, കാരണം എനിക്ക് അതിനുള്ള സമയമില്ല, ഞാൻ ഇപ്പോൾ സെൽഫ് ലേൺ ചെയ്യാം, എന്നിട്ട് എനിക്ക് പറ്റുകയാണ് എക്സാം എഴുതി എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിലും എക്സാം എഴുതി എനിക്ക് കോൺഫിഡൻസ് വരുവാണെങ്കിലും ഓക്കെ, ഞാൻ ചിലപ്പോൾ 1 year മൊത്തം അടുത്ത വർഷം മൊത്തം ഞാൻ പഠിച്ചിട്ട് എഴുതാം എന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. ആദ്യം തന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു 3-4 days സമാധാനമായിട്ട് ഇരുന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിസർച്ച് ചെയ്തു. അതായത് ഞാൻ എന്താ ഈ ബുക്ക്, ഈ ഒരു ഡയറി എടുത്തിട്ട് ഞാനിതിനകത്ത് എല്ലാം എഴുതി വെച്ചു. അതായത് ഒരുപാട് എക്സാംസ് ഉണ്ട് MBAക്ക്, ക്യാറ്റ് മാത്രമല്ല അല്ലാണ്ടും കുറച്ച് എക്സാംസ് ഉണ്ട്, വേറെ പല കോളേജസിലും അവർ നടത്തുന്ന എക്സാംസാണ്. അപ്പോൾ ഈ എക്സാംസിനെ കുറിച്ചുള്ള എന്താണ് ഏതാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസും ഓരോ എക്സാംസിൻ്റെയും സിലബസും കാര്യങ്ങളും പാറ്റേണും എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട്, എനിക്ക് ജസ്റ്റ് നോക്കണമല്ലോ, എനിക്ക് കമ്പയർ ചെയ്യണം, ഡേറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഞാനൊന്ന് പ്രോപ്പറായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോർമലി ഏതെങ്കിലും ചുമ്മാ ബ്രൗസ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ കിട്ടും, നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ കിട്ടും. അടുത്ത സ്റ്റെപ്പാണ് സിലബസ് എഴുതി വെക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ എക്സാംസിനും, ഇപ്പോൾ MBAൻ്റെ ഏത് എക്സാംസിലാണെങ്കിൽ നമുക്ക് 3 പേപ്പേഴ്സാണുള്ളത്, അല്ലെങ്കിൽ 3 sections ആണുള്ളത്. 3 hours എക്സാമാണ്, 3 sections ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് മാത്സ്. രണ്ടാമത്തേത് DILR എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്. മൂന്നാമത്തെ പറഞ്ഞാൽ VARC, വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതായത് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ ഇത് ഇത്രയും ടോപ്പിക്സ് ആണ്, മാത്സിൻ്റെ ടോപ്പിക്സ് ആണ് ഇതൊക്കെ. അതുപോലെ ഇപ്പം DILRൻ്റെ ടോപ്പിക്സ് ആണ്, വെർബൽ റീസണിങ്ങിൻ്റെ ടോപ്പിക്സ് ആണിത്. എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒട്ടും വിട്ടുപോകാൻ പറ്റാത്ത ഒരു റിസോഴ്സാണ്, ഒരു യൂട്യൂബറാണ്, ഒരു ശ്വേത അറോറ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചാനലിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടെങ്കിലും എന്തായാലും കൊടുത്തേക്കാം. പുള്ളിക്കാരി ഓൾറെഡി ഒരു IIM അഹമ്മദാബാദ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പുള്ളിക്കാരി കുറച്ചും കൂടി ഒരു എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പുള്ളിക്കാരി വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് പുള്ളിക്കാരി ക്യാറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ MBA പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ള വീഡിയോസാണ് ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ക്യാറ്റിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഒരുപാട് ഇൻഫർമേഷൻ ആ ചേച്ചീൻ്റെ ചാനലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ MBA പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും MBA റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ആ ചാനൽ നിങ്ങൾ എന്തായാലും നോക്കുക. അങ്ങനെ ആ ചേച്ചി പറഞ്ഞ ബുക്സാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അരുൺ ശർമ്മയുടെ ബുക്സാണ് എല്ലാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബുക്കുണ്ട്, പിന്നെ DILRൻ്റെ 2 ബുക്സായിട്ട്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷന് 1 ബുക്ക്, പിന്നെ അതുപോലെ ലോജിക്കൽ റീസണിങ്ങിന് വേറെ ബുക്ക്, അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷിൻ്റെ ഒരു വലിയ ബുക്ക്, VARCയുടെ ബുക്ക്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്ന ബുക്സ് ഇത് തന്നെയാണ്. എനിക്കും ഈ ബുക്സ് വെച്ച് പഠിച്ചപ്പോൾ എനിക്ക് നല്ല ഒരു ബേസൊക്കെ കിട്ടാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, MBA പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ട്രൂലി ഡിസേർവിംഗ് ആയിട്ടുള്ള ആർക്കെങ്കിലും എനിക്ക് ഈ ബുക്സ് തരണമെന്നുണ്ട്. ഒരു ഗിവ് അവേ പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ബുക്സ് എന്തായാലും ഇനി ആവശ്യമില്ല. അപ്പം ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഞാൻ പഠിച്ചത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും
അതായത് നമ്മുടെ മാത്സിനും DILRനും ഞാൻ ചെയ്തത് പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. അതായത് ആദ്യം ടെക്സ്റ്റ് സോൾവ് ചെയ്യും. ടെക്സ്റ്റ് സോൾവ് ചെയ്തതിന് ശേഷം ആ സെയിം ചാപ്റ്റർ യൂട്യൂബിൽ എടുത്തിട്ട് അതിനകത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കണ്ട് അത് പ്രിപ്പയർ ചെയ്യും. VARCക്കും ഞാൻ ഈ പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. അതായത് ബുക്സ് സോൾവ് ചെയ്തു, പിന്നെ യൂട്യൂബ് നോക്കി, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോധി പ്രെപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവരുടെ സൈറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇംഗ്ലീഷ്, നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ ആണല്ലോ വരുന്നത്. അപ്പോൾ ഈ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ഒരുപാട് സാമ്പിൾസ്, എനിക്ക് തോന്നുന്നു ഒരു 100-150 സാമ്പിൾസ് ഉണ്ട്. അത് ഞാൻ സോൾവ് ചെയ്യുമായിരുന്നു. അത് കംപ്ലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല, പക്ഷെ എന്നാലും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ക്യാറ്റിൻ്റെ വെച്ച് പറയുകയാണെങ്കിൽ ക്യാറ്റിൻ്റെ ഒരു പകുതി ഞാൻ പ്രിപ്പയർ ചെയ്ത് എനിക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി, ടു ബി ഓണസ്റ്റ്, ക്യാറ്റിൻ്റെ കാര്യത്തിൽ. കാരണം ക്യാറ്റ് ഭയങ്കര ടഫായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ശരിക്കും ടയേർഡായി, ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ക്യാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല. ഞാൻ ബാക്കി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് താഴെയുള്ള കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത 2 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അതായത് NMATഉം സ്നാപ്പും. NMAT എന്ന് പറയുന്നത് നാസി മോഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ആണ്. അതിൻ്റെ എക്സാമാണ് NMAT എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സ്നാപ്പ്, അത് സിംബയോസിസ് യൂണിവേഴ്സിറ്റിൻ്റെ. സിംബയോസിസിൻ്റെ നല്ല കോളേജാണ്. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജും ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ എക്സാംസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സിമ്പിളുമാണ്. അപ്പോൾ ഈ രണ്ടും ഞാൻ ചൂസ് ചെയ്തിട്ട് ഇതിനേക്ക് വേണ്ടി ഞാൻ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കി. പിന്നെ അതുപോലെ വേറെ എക്സാംസ് ഉണ്ട് കേട്ടോ. SAT ഉണ്ട്, IIFT ഉണ്ട്, പിന്നെ TISNET ഉണ്ട്. ഇതൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫറാണ്, എനിക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ചെയ്യാണ്ട് എനിക്ക് പറ്റുന്ന 2 ചൂസ് ചെയ്ത് അങ്ങനെ ചെയ്തത്. പിന്നെ ക്യാറ്റ് എക്സാം ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു കേട്ടോ. ക്യാറ്റ് എക്സാമിന് എനിക്ക് കണ്ണിൽ ചെങ്കണ്ണ് വന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എഴുതാൻ പോകാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു വിഷമം തോന്നിയില്ല കേട്ടോ. കാരണം ക്യാറ്റ് എനിക്ക് അറിയായിരുന്നു ഓൾമോസ്റ്റ് എനിക്ക് എന്തായാലും ഇപ്പോൾ IIM IIT ഒന്നും എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് വളരെ ഷുവറായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഭയങ്കര സങ്കടമൊന്നും തോന്നിയില്ല. അടുത്തത് ഞാൻ ഇനി സ്നാപ്പിനെയും NMATനെയും കുറിച്ച് പറയാം. അപ്പോൾ സ്നാപ്പ് കുറച്ചും കൂടെ സിമ്പിളാണ്, കംപ്ലീറ്റ്ലി സ്പീഡാണ്. കാരണം ആകെ 60 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ സ്പീഡ് ഗെയിമാണ്. പിന്നെ സ്നാപ്പിൽ 3 അറ്റംപ്റ്റ്സ് ഉണ്ട്. 3 പ്രാവശ്യം നമുക്ക് എഴുതാം. അതിനകത്ത് ഏതാണോ ഹയസ്റ്റ് സ്കോർ വരുന്നത് അതിൻ്റെ സ്കോറാണ് എഴുതുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി മോക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്നാപ്പിനാണെങ്കിലും NMATന് വേണ്ടിയിട്ടാണെങ്കിലും കുറേ മോക്സ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ കൂടുതലും ക്രാക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിൽ ക്രാക്യൂ എന്നുള്ള അവരുടെ മോക്സാണ് കൂടുതലും ചെയ്തത്. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, നല്ല മോക്സ് ആയിരുന്നു. മോക്സ് നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം നമുക്ക് ഈ എക്സാംസ് എന്ന് പറയുന്നത് എല്ലാം, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും സ്പീഡ് ബേസ്ഡ് ആണ്. നമുക്ക് എത്ര അറിയാം എന്നുള്ളതല്ല, നമുക്ക് ഒരു ലിമിറ്റഡ് ടൈമിൽ ആ ഒരു പ്രഷറിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അത്ര ടൈം കൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കുന്നത്. സോ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ സ്പീഡുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവണം. കാരണം നമുക്ക് അറിയാൻ പറ്റും ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്ര ടൈമിലാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ലീവ് ചെയ്യേണ്ടി വരും. ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മൾ ലീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെ നമുക്ക് ലീവ് ചെയ്യണം, ഏതൊക്കെയാണ് ലീവ് ചെയ്യാൻ പാടില്ലാത്തത്, ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അവിടെ ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് വരാൻ പറ്റുന്ന ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മോക്സ് ചെയ്ത് നോക്കിയേ പറ്റൂ. ഞാൻ ചെയ്ത കുറച്ച് മോക്സിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തേക്കാം. അങ്ങനെ എനിക്ക് ആദ്യം വന്ന എക്സാം എന്ന് പറയുന്നത് NMAT ആയിരുന്നു. NMAT ഞാൻ എഴുതി 2 അറ്റംപ്റ്റ്സ് ആണ് ഞാൻ ചെയ്തത്. 2 അറ്റംപ്റ്റ്സും എനിക്ക് ഏകദേശം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം എനിക്ക് എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്നാപ്പ് എഴുതി. സ്നാപ്പിൽ എനിക്ക് കുറച്ച് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. കാരണം എളുപ്പമായിരുന്നു എക്സാം, പക്ഷേ എനിക്ക് ടൈം കിട്ടാത്തത് കൊണ്ടും എനിക്ക് അങ്ങനെ പല റീസൺസ് കൊണ്ടും എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മാർക്ക് കുറയും എന്നുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്ര മാർക്ക് കുറഞ്ഞില്ല. എനിക്ക് 42 സംതിങ് ഉണ്ടായിരുന്നു. 60ക്കാണ് മാർക്ക്. അപ്പം അത്രയും അങ്ങനെ ഉണ്ടായിരുന്നു. NMATൻ്റെ സ്കോർ എനിക്ക് ഓർമ്മയില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതായിരുന്നു സ്നാപ്പിൽ എനിക്ക് ഇങ്ങനെ മെയിൽ വന്നു, അതായത് ഇൻ്റർവ്യൂവിന് പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും. രണ്ടും ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ രണ്ടിനും ഓൺലൈനായിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓൺലൈനായിട്ടുള്ള ഇൻ്റർവ്യൂ രണ്ടും ഉണ്ടാവും. സോ ഗ്രൂപ്പ് ഡിസ്കഷൻ കുറച്ച് ടഫായിരുന്നു. 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കുറച്ച് ടഫായിരുന്നു. കാരണം എനിക്ക് അറിയാത്തൊരു ടോപ്പിക്കാണ്, എന്തോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇത് ആയപ്പോൾ തന്നെ എനിക്കത് കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പക്ഷേ ഇൻ്റർവ്യൂ എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിരുന്നു. ഇൻ്റർവ്യൂവിൽ കൂടുതലും ഇപ്പം ഞാൻ കേരളത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ ആ 8 പേരിൽ ആകെ ഒരാൾ മാത്രമേ ഞാൻ മാത്രമേ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇൻ്റർവ്യൂ എടുത്ത ആൾ കുറച്ചുകൂടെ കേരളത്തിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ കാര്യങ്ങളാണ് ചോദിച്ചത്. അതായത് ടൂറിസം എങ്ങനെയാണ്, അതെങ്ങനെയാണ് എക്കണോമീനെ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതും എനിക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പറഞ്ഞു, അറിയില്ലാത്തത് അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂവിന് ഐ പെർഫോംഡ് വെൽ. പക്ഷേ പിന്നെ എനിക്ക് ഗ്രൂപ്പ് ഡിസ്കഷന് ഡെഫിനറ്റ്ലി എനിക്ക് മാർക്ക് കുറഞ്ഞു. പിന്നെ അതെനിക്ക് കിട്ടിയില്ല. അങ്ങനെ അതവിടെ ക്ലോസ് ആയി.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻമാറ്റിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. എൻമാറ്റിൻ്റെത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇൻ്റർവ്യൂവിനായിട്ട് മുംബൈയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ മുംബൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി ഞങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. പെട്ടെന്ന് എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എത്ര ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടോ അതേപോലെ ഞാൻ പിന്നീട് ഈ MBAക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. എക്സാം ക്രാക്ക് ചെയ്തിട്ടും പോകാൻ പറ്റാണ്ടായപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി എനിക്ക്. അതിനുശേഷം ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു, നിനക്ക് കിട്ടിയതല്ലേ, സോ നിനക്കിതിപ്പോൾ അറിയാമല്ലോ, അപ്പോൾ നീ അടുത്ത കൊല്ലം എന്തായാലും എഴുതുന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഹോൾ ഇയറും കൂടെ ഇതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ഒന്നുമില്ല. അത് കുഴപ്പമില്ല, അത് ലൈഫിൻ്റെ ഒരു പാർട്ടാണ്, ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നെയും അടുത്ത എന്തെങ്കിലും ഞാൻ ജോലി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ തോന്നി. ആ ഒരു ഇൻസ്പിറേഷനിലായിരിക്കും ഞാൻ പിന്നെയും കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ വന്നത്. അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയേനെ. ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു MBA പ്രിപ്പറേഷൻ ജേണി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് കൂടുതലും ഞാൻ മെൻഷൻ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഏത് വെബ്സൈറ്റ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് നോക്കിയാൽ കിട്ടും. ജസ്റ്റ് ഗൂഗിളിൽ ബ്രൗസ് ചെയ്താൽ മതി, ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. എല്ലാം റിസർച്ച് ചെയ്ത് വെക്കുക. ഞാനിതുപോലെ ഈ ബുക്കിൽ എഴുതി വെച്ചതുപോലെ നിങ്ങളും ഒരു ഡയറിയിലോ ബുക്കിലോ എഴുതി വെക്കുക. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ കുറച്ച് റീസൺസ് എന്ന് പറയുന്നത് തന്നെ, ഒന്നാമത്തെ കാര്യം സെൽഫായിട്ടും പഠിക്കാൻ പറ്റും, സെൽഫായിട്ടും പഠിച്ച് MBA ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊന്ന് നിങ്ങളോട് പറഞ്ഞു തരണമായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് തരണമായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്ത കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗിവ് അവേ, നമ്മുടെ ബുക്സിൻ്റെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എനിക്ക് എങ്ങനെയായിരുന്നു പ്രോസസ്സ്, കാര്യങ്ങൾ, എക്സാം എങ്ങനെയായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഈ 4 കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഓരോ എക്സാംസിനെ കുറിച്ചും പറയാനായിട്ട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ എന്തായാലും റിസർച്ച് ചെയ്ത് വെക്കുക. ഒരുപാട് വെബ്സൈറ്റ്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബ്രൗസ് ചെയ്താൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട്, വേറെ ഈ MBAൻ്റെയും എക്സാംസിൻ്റെയും ഒക്കെ അപ്ഡേറ്റ്സ് തരുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, പഠിക്കുക. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. MBA പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. റിലാക്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.